പ്രതിപക്ഷ നേതാവിന് NSSനെ വേണ്ടെങ്കിൽ എന്തിനാണ് അനുനയം? നേതാക്കളോട് അതൃപ്തി പ്രകടമാക്കി സുകുമാരൻ നായർ. അനുനയിപ്പിക്കാനെത്തിയ കോൺഗ്രസ് നേതാക്കളോട് നേതൃത്വത്തിനെതിരെ അതൃപ്തി പ്രകടമാക്കി NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ. ശബരിമല വിഷയത്തിൽ നേതൃത്വം NSSുമായി കൂടിയാലോചന നടത്താത്തതിലാണ് നീരസം പ്രകടിപ്പിച്ചത്. നേതാക്കൾ നടത്തിയത് വ്യക്തിപരമായ സന്ദർശനമെന്നും സമുദായ സംഘടനകളുടെ ആസ്ഥാനത്ത് പോകുന്നതിന് വിലക്കില്ലെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും പറഞ്ഞു. ആഗോള അയ്യപ്പ സംഗമത്തിൽ പ്രതിനിധിയെ അയച്ചുകൊണ്ടാണ് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ ശബരിമല വിഷയത്തിൽ സർക്കാരിന് വിശ്വാസമുണ്ടെന്ന് പ്രഖ്യാപിച്ചത്. വിശ്വാസ പ്രശ്നത്തിലെ ഇടതിനോടുള്ള അടുപ്പം തെരഞ്ഞെടുപ്പിൽ വോട്ട് പിന്തുണയാകുമോ എന്ന ആശങ്ക കോൺഗ്രസിലുണ്ട്. ഈ സാഹചര്യത്തിലാണ് നേതൃത്വത്തിന്റെ അറിവോടെ NSS ജനറൽ സെക്രട്ടറിയുടെ മനസ്സറിയാൻ അദ്ദേഹത്തോട് അടുപ്പമുള്ള നേതാക്കൾ NSS ജനറൽ സെക്രട്ടറിയെ കണ്ടത്. അതേസമയം KPCC അച്ചടക്ക സമിതി അധ്യക്ഷൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുമായി കൂടിക്കാഴ്ച നടത്തി. അനുനയ ശ്രമം തുടരുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു കൂടിക്കാഴ്ച. NSSുമായി ചർച്ചയ്ക്ക് കോൺഗ്രസിലെ ഉന്നത നേതാവ് കേരളത്തിലെത്തുമെന്നും സൂചനയുണ്ട്. കേരളത്തിൽ സമ്പൂർണ്ണ പര്യടനം രാഹുൽ ഗാന്ധി പദ്ധതിയിടുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ രാഹുലും പെരുന്നയിലെത്താൻ സാധ്യതയേറെയുണ്ട്. വിശ്വാസ വിഷയത്തിൽ കോൺഗ്രസ് നിലപാടുകളോട് സുകുമാരൻ നായർ വിയോജിപ്പ് പ്രകടിപ്പിച്ചെന്നും സൂചനകളുണ്ട്. NSSുമായി ഒന്നും ചർച്ച ചെയ്യുന്നില്ലെന്ന നിലപാട് സുകുമാരൻ നായർ എടുത്തതായാണ് സൂചന. സതീഷിനോട് NSSന് അതൃപ്തിയുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ആരുമായും ചർച്ചയ്ക്കില്ലെന്ന തരത്തിൽ ചില അഭിപ്രായ പ്രകടനം സതീശനും നടത്തിയിരുന്നു. ഇതും NSS ഗൗരവത്തിലെടുക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവിന് NSSനെ വേണ്ടെങ്കിൽ എന്തിനാണ് അനുനയം എന്ന ചോദ്യം ചില കോൺഗ്രസ് നേതാക്കളോട് സുകുമാരൻ നായർ ഉയർത്തിയെന്നാണ് സൂചന. എന്നാൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ കൂട്ടായ തീരുമാനം അതൊന്നുമല്ലെന്ന് സുകുമാരൻ നായരെ തിരുവഞ്ചൂർ അടക്കം അറിയിച്ചെന്നാണ് സൂചന. സുകുമാരൻ നായരുമായി ആത്മബന്ധമുള്ള കോൺഗ്രസ് നേതാക്കൾ ഇനിയും പെരുന്നയിലെത്തും. കഴിഞ്ഞ ദിവസം PJ കുര്യൻ, കൊടിക്കുന്നിൽ സുരേഷ് തുടങ്ങിയ കോൺഗ്രസ് നേതാക്കളും പെരുന്നയിലെത്തിയിരുന്നു. ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് NSS സർക്കാർ അനുകൂല നിലപാട് സ്വീകരിച്ചതിന് പിന്നാലെ അനുനയത്തിന് കോൺഗ്രസ് ശ്രമം തുടങ്ങിയിട്ടുണ്ട്.